ഹല്ലേലൂയ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം പട്ടണത്തിലാണ്. ബേക്കർ സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. CMSലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പിതാവ് ഒരു ഗൾഫുകാരനായിരുന്നു, സൗദിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ 3 മക്കളിൽ മൂത്തയാളാണ്. എനിക്കൊരു ബ്രദറും സിസ്റ്ററും ഉണ്ട്. അവർ രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളിലായിരിക്കുന്നു, ദുബായിലൊക്കെ ആയിരിക്കുന്നു. എന്നാൽ എൻ്റെ വിവാഹം 95-ൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഏറ്റുമാൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാനിടയായി. ഞാൻ വളരെ ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ വളർത്തിയ വ്യക്തിയായതുകൊണ്ട് എനിക്ക് വിവാഹം കഴിഞ്ഞ് ഭവനത്തിൽ ചെന്നപ്പോൾ 6 മക്കളുള്ള വീട്ടിൽ മൂത്ത മകൻ്റെ ഭാര്യയായിട്ടാണ് ചെന്നത്. അവിടെ വലിയൊരു കുടുംബം, എൻ്റെ ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ കുടുംബം എങ്ങനെ നടത്തണമെന്നോ കുടുംബത്തെ എങ്ങനെ പരിപാലിക്കണമെന്നോ ഒന്നും എനിക്ക് അന്ന് പക്വതയില്ലായിരുന്നു, അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി, വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും ആ വീട്ടിലെല്ലാവരുമായിട്ട് യോജിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് അവരെ മനസ്സിലാക്കാനും അവർക്ക് എന്നെ മനസ്സിലാക്കാനും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായി. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ രോഗം, കുഞ്ഞുങ്ങൾക്ക് രോഗം, പല പ്രയാസങ്ങൾ. അങ്ങനെ 95-ൽ വിവാഹം കഴിഞ്ഞ ശേഷം പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു ദൈവമില്ല, ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ പല പ്രയാസങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ ചിന്തിച്ചു. എന്നാൽ എൻ്റെ കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവ്, എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചിലൂടെ ഒരു ബൈബിൾ എനിക്ക് ലഭിക്കാൻ ദൈവം കൃപ തന്നു. എനിക്ക് 3 ആൺമക്കളാ, മൂത്തവർ ഇരട്ട കുട്ടികളായിരുന്നു. അവരെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ജോലിക്ക് ഈ സഹോദരി വീട്ടിൽ വരികയും കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നപ്പോൾ അവളുടെ സാധനങ്ങൾ സ്റ്റോർ റൂമിൽ അരിപ്പട്ടിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവളുടെ ഒരു ബൈബിൾ കണ്ടു. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ച്, ആ ബൈബിൾ എന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത് ചോദിച്ചു. എന്തുകൊണ്ടോ ആ കുട്ടി എനിക്ക് ആ ബൈബിൾ തന്നു. അത് കൈകൊണ്ട് എടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് ഞാൻ ചോദിച്ചാൽ പറയും, ഈ വചനം അറിഞ്ഞതാണ്. യേശുവിനെ അറിയാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ അന്ന് വചനം കിട്ടിയെങ്കിലും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതേസമയം തന്നെ എനിക്ക് സുവിശേഷം ഒരു സഹോദരിയിൽ കൂടെ കേൾക്കുവാനിടയായി. അങ്ങനെ ഞാൻ വചനം വായിച്ചു. വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്, യൂട്യൂബിൽ എൻ്റെ സാക്ഷ്യമുണ്ട്. അങ്ങനെ ഞാൻ വചനം വായിക്കുവാനൊക്കെ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഒരു സഹോദരി എന്നോട് വചനം പറഞ്ഞു. അവരെന്നോട് ഫോണിലൂടെ ഒരു വാക്ക് പറഞ്ഞു, ഒരു ജീവനുള്ള ദൈവത്തെ അറിയണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ മതത്തിൻ്റെ ഗ്രന്ഥവും ഈ ബൈബിളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 3 ചിന്തകൾ വന്നു. യേശു കർത്താവ് ജീവിക്കുന്ന കർത്താവ്, എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നു. രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം. മൂന്നാമത് ഹല്ലേലൂയ, ഹൈന്ദവരുടെ അസ്ട്രോളജി നോക്കാൻ ഞങ്ങൾ പോയിരുന്നു. അതും കേട്ടപ്പോൾ കുറേ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 3 സംശയങ്ങളുമായിട്ട് നിലത്ത് ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ട്രൂ ഗോഡ് ഉണ്ടെങ്കിൽ, ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറക്കുമ്പോൾ ബൈബിളിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്നൊരു വചനം ലഭിച്ചു. ലക്ഷണം പറയുന്നവരും പുലമ്പുന്നവരൊക്കെ നശിച്ചു പോകും, ഞാനോ ജീവിക്കുന്ന യഹോവയാകുന്നു. അങ്ങനെ എനിക്ക് അസ്ട്രോളജിയെക്കുറിച്ചുള്ള എൻ്റെ ഹൃദയത്തിലെ സംശയത്തിന് ബൈബിളിൽ നിന്നൊരു മറുപടി ലഭിച്ചു. അത് വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല എവിടെയാണെന്ന്. അന്ന് ഞാനത് വായിച്ച ശേഷം ഞാൻ വീണ്ടും ഫോൺ എടുത്ത് ഞാൻ ആ സഹോദരിയെ വിളിച്ച് വ്യക്തമായി സുവിശേഷം കേൾക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സത്യമുള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ അന്ന് ആ സഹോദരി വ്യക്തമായി സുവിശേഷം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ആ സുവിശേഷം കേട്ട് മാനവരാശിയെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനാണ് യേശു കർത്താവെന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഇന്നും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നെന്നും കേൾക്കാനിടയായപ്പോൾ എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ മറ്റേ വചനം പറയുന്നുണ്ട്, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല. എന്നാൽ വചനം പറയുന്നുണ്ട്, അല്ല, പിതാവിൻ്റെ കൃപ ലഭിക്കാത്തവർക്ക് ആർക്കും പുത്രൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് അന്ന് യേശുവിനെ കർത്താവിൻ്റെ ഇഷ്ടമായി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യം ലഭിച്ചത് സമാധാനമാണ്. ഹല്ലേലൂയ. ആദ്യം ലഭിച്ചത് സമാധാനമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു നിറമുണ്ടായി. ഞാൻ വലിയ സന്തോഷത്തിലായി. ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് സുവിശേഷം കൊടുത്തു. ഞാൻ ആദ്യമായി സുവിശേഷം കൊടുത്ത് നേടിയ വ്യക്തിയായിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ വരെ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം നിനക്ക് എവിടുന്ന് യേശുവിനെ കിട്ടി? ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞു തന്നെ ഈ പൊട്ടത്തരങ്ങളൊക്കെ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഭാര്യ എനിക്ക് സുവിശേഷം തന്നത്. അവരുടെ ഭവനത്തിലേക്ക് ഇദ്ദേഹം രാവിലെ ഒരുങ്ങി എഴുന്നേറ്റ് പോയിട്ട് ഞാൻ ഓർത്ത് വലിയ വഴക്കുണ്ടാവും. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാം. എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചു.
ഹല്ലേലൂയ. അങ്ങനെ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ തീരുമാനിച്ചു ഒരുങ്ങുമ്പോൾ എനിക്ക് സുഖമില്ലാതായി. എൻ്റെ ചെറിയ പ്രായം തൊട്ട് എനിക്ക് സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. ആ രോഗം വരുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും, ശരീരം വേർക്കും, ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും പോകുന്ന എൻ്റെ പേഴ്സ് നോക്കിയാൽ ഒത്തിരി ഹോസ്പിറ്റൽ ചീട്ടുകളായിരിക്കും. എൻ്റെ പിതാവ് പലപ്പോഴും പറയാതെ ഈ രോഗം മാറത്തില്ലേ, കാരണം ഞാൻ ആ രോഗം പിടിച്ചിട്ട് അസ്ഥി പോലെ ക്ഷീണിച്ച് എൻ്റെ എല്ലുകളൊക്കെ കാണാം, ഒരു അസ്ഥികൂടം പോലെയാണ് ഇരുന്നത്. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കോലത്തിലൊന്നും അല്ലായിരുന്നു ഞാനന്ന്. അന്ന് എൻ്റെ പിതാവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും വിഷമിക്കും എന്നെ കാണുമ്പോൾ, നിനക്ക് എന്നെ ഈ രോഗം മാറത്തില്ലേ. പക്ഷേ അങ്ങനെ സകല ഡോക്ടർമാരെയും കാണിച്ചു, യൂറോളജി സ്പെഷ്യലിസ്റ്റുമാരെ കാണിച്ചു. അവസാനം വെല്ലൂരിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ സതീഷ് കുരുവിളെ എന്നെ കാരിത്താസിൽ കൊണ്ട് 26ാമത്തെ വയസ്സിൽ കാണിക്കുമ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ സ്കാനിങ് ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ലൈഫ് ടൈം മെഡിസിൻ കഴിക്കണം, ഒരിക്കലും ഈ രോഗം മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മെഡിസിൻ എഴുതി തന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞേ, തന്നെ കണ്ടു മടുത്തിനി ഇങ്ങോട്ട് വരണ്ട. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ മടുത്തില്ല. അന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാതെ ഞാൻ വിഷമിച്ച് വേദന കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് അയച്ചു. അന്ന് ആ ഭവന കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമാ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് ദൈവശക്തിയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സുവിശേഷം വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണതയെ കൊണ്ടുവരുന്നു. കാരണം പാപമോചനത്തിൽ തുടങ്ങി നിത്യജീവനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സുവിശേഷം. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി കർത്താവ് ഇറങ്ങി വന്നു, സമാധാനമായി ഇറങ്ങി വന്നു, സൗഖ്യമായി ഇറങ്ങി വന്നു. മൂന്നാമത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ സമാധാനം വന്നു. അതുവരെയും ഞാൻ പറഞ്ഞല്ലോ, തമ്മിൽ സ്നേഹിക്കാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ കുറവുകൾ നോക്കാതെ സ്നേഹിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം തന്നെയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് നല്ലൊരു കൂട്ടുകാരെ പോലെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ 2 എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒന്നാണ് കുടുംബം. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെയൊക്കെ കുടുംബം തകർന്നു പോകാൻ നിർത്തിയതിനായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജനറേഷനെ ക്രിസ്തുവിൽ വളർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു. എൻ്റെ കുടുംബജീവിതത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്തു. ഞങ്ങളുടെ ബിസിനസ്സിൽ വലിയ തകർച്ച ഉണ്ടായ സമയത്ത് ഞാൻ സുവിശേഷം അറിയുന്നത് ബാങ്ക് വീട് ജപ്തി എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് 18 വയസ്സുള്ളപ്പോൾ ഇവരെ മക്കളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ദേശത്ത് പോയി വിവാഹം കഴിച്ചു. കാരണം ഇവർ അമ്മയോടുള്ള ശത്രുത, എന്തൊക്കെയോ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു പിതാവായിരുന്നു. 32 രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് പൈസയെല്ലാം ഇഷ്ടംപോലെ ചിലവാക്കി, ഇഷ്ടംപോലെ പ്രോപ്പർട്ടികളുണ്ടെങ്കിലും മക്കൾക്ക് ആർക്കും ഒന്നും കൊടുക്കത്തില്ലാത്തൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥനയുടെ അന്ന് ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഈ ഭവനത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും പൈസ വലിയ അത്ഭുതകരമായി വരുമായിരിക്കും ബാങ്ക് ലോൺ തീർക്കുവാൻ. പക്ഷേ സ്വർഗത്തിൽ ദൈവം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായിട്ടാണ് ചെയ്യുന്നത്. 18 വയസ്സുള്ളപ്പോൾ ഇവരെ വിട്ടിട്ട് പോയ പിതാവ്, മതത്തിൻ്റെ ഉന്നതന്മാരൊന്നും വന്ന് സംസാരിച്ചിട്ട് കേൾക്കാത്ത പിതാവിനെ യേശു കർത്താവ് മടക്കി കൊണ്ടുവന്നു. ഞങ്ങൾ യേശു കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ശാപം പൊട്ടിമാറി. പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അതുവരെ 1 രൂപ പോലും ആർക്കും കൊടുക്കാത്ത പിതാവ് ഞങ്ങളുടെ ലക്ഷങ്ങളുടെ കടബാധ്യത മുഴുവൻ വീട്ടിൽ തീർത്തു. അങ്ങനെ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, യേശുവിൻ്റെ കൂടെ നടക്കുവാൻ തുടങ്ങി, കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റു. അങ്ങനെ ഈ യേശു കർത്താവിനേക്കാൾ വലിയൊരു വേറൊന്നില്ല എന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ പാടെ ലോകപരമായി ജീവിച്ചിരുന്ന ഞങ്ങൾ, പൈസയെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം സമ്പത്തും എല്ലാം ദൂർത്തടിച്ച് ലോകപ്രകാരം ജീവിച്ച് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ 2 വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ലൗകികത്വം, ലോകമോഹങ്ങളെല്ലാം വിട്ടുമാറി യേശു കർത്താവിൻ്റെ ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റി. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ജീവിതം പാടെ മാറി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി. അങ്ങനെ എൻ്റെ ഭവനത്തിലൊക്കെ ഞാൻ ബൈബിൾ എടുത്തറിഞ്ഞ് വലിയ പ്രതികൂലമായി. എന്നാൽ ഞാൻ പറഞ്ഞു, ഈ യേശു കർത്താവിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല. കാരണം വചനം പറയുന്നു, അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ വസ്തുവകയേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. കാരണം നമുക്ക് അപ്പനെ അമ്മയും തന്നത് കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് ജീവനെ തന്നത് യേശു കർത്താവാണ്. കാരണം മാനവരാശി മുഴുവൻ പാപത്തിൽ വീണപ്പോൾ നമുക്ക് വേണ്ടി ജീവനെ യാഗമാക്കി തൻ്റെ രക്തം മറുവിലയാക്കി കൊടുത്ത ഒരുവൻ
ഒരുവനെയുള്ളത്, കർത്താവാ. കാരണം ഞങ്ങളുടെ പ്രമാണത്തിൽ ഇപ്പോഴും ആടുകളെയും കാളകളെയും ഒക്കെ അറുത്ത് പെരുന്നാളുകൾ പെരുപെരുന്നാളുകൾ നടത്തുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10:9 പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡീകശുദ്ധി മാത്രം വരുത്തിയിരുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ എത്രയധികം സഹായിക്കും. ഹല്ലേലൂയ. ആടിന്റെയും കാളയുടെ രക്തമല്ല, ഒരു ജീവനുള്ള യേശു കർത്താവിന്റെ രക്തമാണ് നിങ്ങളെ എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഓരോ പാട്ട് പാടുമ്പോഴും യേശുവിനെ സ്തുതിക്കുമ്പോഴും നമ്മുടെ ഹൃദയം തകരണം. ഹല്ലേലൂയ. കാരണം അവന്റെ ജീവനായി ഇന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നത്, അവന്റെ കൃപയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കും, ഹല്ലേലൂയ, എൻ്റെ കർത്താവേ, ഞങ്ങൾ പ്രമാണം ചെയ്ത് അതിൽ നിന്ന് നേരെ കൃപയിലേക്ക് വന്നുകൊണ്ടാണോ എന്തോ ഭയങ്കര സന്തോഷം. കാരണം പ്രമാണം ചെയ്തവർക്കേ അറിയത്തുള്ളൂ കൃപ ലഭിക്കുമ്പോൾ. ഹല്ലേലൂയ. എന്നാൽ അത്രമേൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ അങ്ങനെ വലിയ പ്രതികൂലങ്ങളായി പ്രയാസങ്ങളായപ്പോൾ ഒരു രാത്രി 3 കുഞ്ഞുങ്ങളെ എടുത്ത് ബോംബെ പട്ടണത്തിലേക്ക് 2003 പോയവരാണ് ഞങ്ങൾ. എന്നാൽ ഒന്നുമില്ലാതെ കാലിയായ കൈയോടെ 3 കുഞ്ഞുങ്ങളെ ഇട്ട യൂണിഫോമോടെ ഞങ്ങൾ ബോംബെക്ക് പോയി. കാരണം അതുപോലത്തെ പ്രതികൂലങ്ങളായി എന്നെ പിടിച്ചുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ വരെ കാണിച്ചു എൻ്റെ കുടുംബക്കാർ. കാരണം ഞാൻ ഈ പുസ്തകം എടുത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് യേശുവിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അന്ന് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ബോംബെ പട്ടണത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നിലത്താണ് കിടന്നിരുന്നത്. നിലത്ത് ഇങ്ങനെ കിടക്കുക. കാരണം ഒരു മുറിയേ ഉള്ളൂ ബോംബെയിലൊക്കെ എല്ലാവർക്കും. അത് തന്നെ വലിയ വാടകയാണ്. ഇവിടെ അറിയാം അങ്കിൾമാർക്കൊക്കെ. ഹല്ലേലൂയ. അന്ന് എല്ലാവരുടെയും വീട്ടിൽ കിടക്കുമ്പോൾ മുട്ടുകുത്തി രാത്രി പ്രാർത്ഥിക്കുക. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു വഴിയിൽ ആരുമില്ല സഹായിക്കാൻ, എന്തുവാ ചെയ്യേണ്ടത്, എവിടെ താമസിക്കും, ഞങ്ങൾ നിന്റെ പിന്നാലെ ഇറങ്ങി വന്നു. അന്ന് രാത്രി ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി, അല്ല നിനക്ക് ഈ പട്ടണത്തിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്ന ഒരു ദൈവം. സന്തോഷമുള്ളവരുന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്ല ഒന്ന് ചലിച്ചൊക്കെ ഇരുന്നാട്ട്, ജീവനുള്ളതൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സംസാരിച്ചു. അന്ന് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, ദൈവകൃപ പ്രാപിക്കാൻ കഴിഞ്ഞു. നേരം വെളുത്തപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങി. അത്ഭുതകരമായി ദൈവം ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ബിസിനസ്സിനായി ദൈവം വഴി തുറന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാതിരുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി ദൈവം വഴി തുറന്നു. അങ്ങനെ അനേക വഴികളെ ദൈവം ആ പട്ടണത്തിൽ ചെയ്തു. 2007 അല്ലെങ്കിൽ എവിടെ ചെന്നാലും സുവിശേഷവുമായി നിൽക്കുമായിരുന്നു. ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ഏത് സിറ്റി ചെന്നാലും യേശു കർത്താവ് വിടിയിക്കുമെന്ന് പറയാതെ പോരുന്ന പരിപാടിയില്ല. കാരണം നമുക്ക് കർത്താവിനെ കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ഇന്ന് നമ്മുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുക. ഇന്ന് നമ്മളോട് പറയുക, ഹല്ലേലൂയ, വചനം പറയുന്നുണ്ട്, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിൽ നിരപ്പിച്ചു. കൊലോഷ്യർ 1:20 പറയുക, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലൂടെ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കി സ്വർഗവും ഭൂമിയും തമ്മിൽ നിരപ്പിച്ച് റിക്കൺസൈൽ ചെയ്തു. അപ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മുടെ മേൽ വരമേൽപ്പിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു യേശുവിലേക്ക് നോക്കിക്കോളൂ എന്ന് പറയാൻ. ഹല്ലേലൂയ. എന്നാൽ 2007 ഹല്ലേലൂയ 2007 എന്ന് പറയുന്ന വർഷം പൂനെയിൽ എക്സിബിഷൻ കഴിഞ്ഞ് ഹോട്ടൽ റൂമിലായിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായി. എന്നോട് പറഞ്ഞു, നിന്നെ വിളിച്ചത് ഈ മാലയും കല്ലും വളയൊന്നും വിൽക്കാനല്ല, ഹല്ലേലൂയ, നിന്നെ പോലെ തകർന്ന അനേകരെ വിടുവിക്കുവാനാ. അന്ന് രാത്രി ഇതേ കർത്താവിൻ്റെ എൻകൗണ്ടറാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ല, അന്ന് ഞാൻ സുവിശേഷവുമായി കർത്താവിനോട് കൂടെ നിൽക്കുവാൻ തീരുമാനിച്ചു. സുവിശേഷം അനേകടത്ത് പോയി പറയുവാൻ തുടങ്ങി. ഭാഷ അറിയാൻ മേല എന്നെ കർത്താവ് ഹിന്ദി ഭാഷ പഠിപ്പിച്ചു. ഹിന്ദിയിൽ പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ തന്നു. അനേക ചാലുകളിലും കോളനികളിലും എല്ലാം ചെന്ന് ജാതികളോട് സുവിശേഷം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കൂട്ടായ്മ തുടങ്ങി. ഫ്ലാറ്റ് നിറയെ ജനം വരുവാൻ തുടങ്ങി. രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ വന്നു. അനേകർ കർത്താവ് സൗഖ്യമാക്കി, വിടുതൽ സംഭവിച്ചു. അങ്ങനെ ഒത്തിരി കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ ഇടയായി. അനേകർ യേശുവിനെ സ്വീകരിച്ചു. തലമുറ ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയവർക്ക് കർത്താവ് തലമുറയെ കൊടുത്തു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ ദേശത്തിൻ്റെ വിടുതലിനായി. അങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ അയച്ചു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവ് നമ്മുടെ മേൽ ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ട്. എന്തിനാ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച ദൈവത്തിൻ്റെ പ്രസാദവശം അറിയിപ്പാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുക, യേശുവിനെ അഭിഷേകം ചെയ്തതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നുണ്ട്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയ്ക്കുകയും ദൈവം അവനോടുകൂടെ ഇരുന്നുകൊണ്ട് നന്മ ചെയ്യുകയും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വചനത്തോടനുബന്ധിച്ചുള്ളൊരു വചനം ഞാനിവിടെ പറഞ്ഞത്. യേശുവിനോടുകൂടെ ദൈവജനം എന്നാ പറഞ്ഞു? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് കർത്താവ് നന്മ ചെയ്യാൻ തുടങ്ങി. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ നന്മ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ
സുവിശേഷമായി ഇറങ്ങി. അതിൽ കർത്താവ് അനേക ദേശങ്ങളിലും എല്ലാം അയച്ചു. അനേകരെ കർത്താവിൽ ബലപ്പെടുത്തുവാൻ കൃപ. എന്നാൽ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് മിനിസ്ട്രിയിലും കുറച്ചുനാൾ പാർട്ടായിട്ട് പ്രവർത്തിക്കാൻ ദൈവം കൃപ വന്നു. റെഡ് സ്ട്രീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കോടതിയിൽ നിന്നൊക്കെ റെസ്ക്യൂ ചെയ്തെടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഷാലോ മിനിസ്ട്രി ഉണ്ട് CSIയുടെ. അതിൻ്റെ അകത്ത് അച്ഛന്മാർ അവരെ കൊണ്ടും താമസിപ്പിക്കുന്ന സ്ഥലത്ത് ക്രിസ്മസ് ടൈമിലൊക്കെ അവരോട് പോയി ഗോസ്പൽ പറയുവാൻ, പ്രസംഗിക്കുവാനൊക്കെ എനിക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ജയിൽ മിനിസ്ട്രിക്ക് പോകാൻ ദൈവം കൃപ തന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി സുവിശേഷം പറയുവാൻ കർത്താവ് തിരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ 2007 മുതൽ ഇന്ന് 2022 വരെയും ഈ സുവിശേഷമായി നിൽക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് പഠിപ്പിക്കുവാനും നടത്തുവാനും എല്ലാം കൃപ തന്നു. ഇന്ന് 3 മക്കളും വലുതായി. ഇന്ന് മൂത്തവർക്ക് 25 വയസ്സുണ്ട്. ബോംബെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 3.5-4 വയസ്സും ചെറിയ ആൾക്ക് 3 വയസ്സ് പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് എൻ്റെ സിസ്റ്ററിലോ ഈയിടെ എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാം ബോംബെക്ക് പോയപ്പോൾ ഓർത്തു സെമിനെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ, കർത്താവല്ലേ വളർത്തിയത്. ഹല്ലേലൂയ. കാരണം അവർക്കറിയാമായിരുന്നു എനിക്ക് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണ്, ഒരു യോഗ്യതയില്ലാത്ത വ്യക്തി, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളാഞ്ഞ വ്യക്തിയാണ്, എല്ലാത്തിനും ഭയമുള്ള വ്യക്തിയാണ്. എവിടോട്ടെങ്കിലും പോണേ 4 പേര് വേണം. ഇങ്ങനത്തെ ഞാൻ ബോംബെ പോയി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് അവർ ചിന്തിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ കണ്ണുകളെ ആശ്ചര്യമാക്കുമാറ് ദൈവം ആ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തി. ഹല്ലേലൂയ. ഇന്ന് മൂത്തവർക്ക് 25 വയസ്സായി, ചെറിയ മോൻ 22 വയസ്സായി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് പറയില്ല, കർത്താവ് വളരെ ശാന്തമായി വളർത്തുവാൻ ദൈവം കൃപ തന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വളരുവാൻ ദൈവം കൃപ തന്നു. അച്ഛൻ ഇന്ന് ഞങ്ങളടുത്ത് പറയുമായിരുന്നു, ആക്കിഫിനെ കണ്ട കാര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ്. ഹല്ലേലൂയ. കാരണം ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയിലൊക്കെയും അവൻ എല്ലായിടത്തും വരും, കീബോർഡ് വായിക്കാനും ഒക്കെ ഞങ്ങളുടെ കൂടെ കുഞ്ഞിലോട്ടെ. ഒരിക്കൽ പോലും ഒരു പരാതി പറയാത്തൊരു കുഞ്ഞ്. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ അനുഗ്രഹം ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ കണ്ടു. കാരണം എങ്ങനെ ദൈവം അവനെ അയച്ചു എന്ന് അത്ഭുതപ്പെടും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ 2 പേരും ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങി. ഇന്ന് വരെ ഓരോരുത്തരും സാലറി മേടിച്ചല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വിശ്വാസത്താൽ പോകുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഞങ്ങൾ ഒരിടത്തും ലജ്ജിപ്പാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച സ്വർഗത്തിലെ ദൈവം ഒരു രാത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇനി ഡിഗ്രിയൊക്കെ ആയി ഇനി എങ്ങനെ പഠിക്കും? അന്ന് രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ ഭാഗം പറഞ്ഞിട്ട് പറഞ്ഞു, മകൻ ചോദിച്ചു, അപ്പ യാഗവസ്തു എവിടെ? ഹല്ലേലൂയ. ഉടനെ അപ്പൻ പറയുക, യഹോവ ഈരേ. ഉടനെ എൻ്റെ ചെവിയിലും പറഞ്ഞു, ഞാൻ നിന്റെ മാത്രമല്ല നിൻ്റെ തലമുറയുടെ കൂടെ കർത്താവാണ്. നേരം വെളുത്തു. കർത്താവ്, ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. ഇന്ന് നിങ്ങൾക്കറിയാമോ, കർത്താവ് ഞാൻ വിചാരിച്ചാലോ ഞങ്ങൾ 2 പേരും വിചാരിച്ചാലോ നടക്കത്തില്ല. കാനഡയിൽ ഇന്ന് ഒരാളെ കർത്താവ് സ്പോൺസർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, സ്വർഗത്തിലെ അപ്പനാൽ സംഭവിച്ചതാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കണ്ണുകളെ അടച്ചു വചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു അബ്ബാ ഫാദർ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അല്പനേരം അങ്ങയുടെ സന്നിധിയിൽ വചനമായിരിക്കുമ്പോൾ കർത്താവേ, ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് അങ്ങയുടെ മാനപാത്രമാക്കി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ രക്തം ഞങ്ങളുടെ ഗുണം മാത്രം സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് എന്ന വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്ന് വചനം പറയാൻ അടിയനെ സഹായിക്കണം. പറയുന്ന അടിയനും കേൾക്കുന്ന ഇവർക്കും ഗ്രഹിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിൻ്റെ ഹിതമെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാത്മാവിനാൽ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ അത് വ്യാഖ്യാനിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും ഞങ്ങൾക്കുള്ള സകലത്തെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഗബ്രിയേൽ മീഖാൽ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി അഗ്നിരഥസേനയോടുകൂടെ കാവൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് എന്ത് വചനം പറയണം കർത്താവേ? അപ്പം എനിക്ക് തന്ന വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് കേൾക്കാത്ത ആരാ ഉള്ളത്? ഇതറിയാത്ത ക്രിസ്ത്യാനികളുണ്ടോ? പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ 2023 നമ്മൾ കാല് വെച്ചിരിക്കുമ്പോൾ ഈ 23 അഭിഷേകത്തിൻ്റെയും ശക്തിയുടെ ഒരു വർഷമാക്കി കർത്താവ് തീർക്കാൻ പോവുക. ഈ കൂട്ടായ്മയെ കർത്താവ് മറ്റൊരു പടി ലെവലിലേക്ക് കർത്താവ് ഉയർത്താൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇവിടെ
മെസ്സേജ് ഓൺലൈനിൽ കൂടെ ഒക്കെ പറയുമ്പോൾ പറഞ്ഞ ഒരു മെസ്സേജാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ല, ഡെയിലി പ്രെയറും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെ ഓർക്കാനാണ്? പക്ഷേ എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ എന്നാ പ്രസംഗിച്ചത് നിങ്ങളോടൊന്ന്. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു വിലയേറിയ വിശ്വാസത്തെക്കുറിച്ചും വിലയേറിയ രക്തത്തെക്കുറിച്ചും വിലയേറിയ വാഗ്ദത്തത്തെക്കുറിച്ചും. രായിച്ചാൻ ഓർമ്മയുണ്ടായിരിക്കാം. ഹല്ലേലൂയ. കാരണം 2 പത്രോസ് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. എന്തോ വിലയേറിയ വിശ്വാസം? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞ വിലയേറിയ വിശ്വാസം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അല്ല അവിടെ അപ്പോസ്തലൻ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നിങ്ങൾക്ക് നീതിയാൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് സമാധാനവും ഉണ്ടാകട്ടെ. അല്ല, അവിടെ വചനം പറയുകയാണ് വിലയേറിയ വിശ്വാസം. ഞാൻ ചുരുക്കി എൻ്റെ ആ പ്രസംഗം പറഞ്ഞിട്ട് ഇതിലോട്ട് പോകുന്നുള്ളൂ. വിലയേറിയ വിശ്വാസം കിട്ടിയവരായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് നമ്മൾ കേട്ടല്ലേ, രാവിലെ അവിടെ മീറ്റിങ്ങിൽ ഒരു സഹോദരി വന്നേച്ച് പറഞ്ഞു, എനിക്ക് സൗഖ്യമായ കാര്യം പറയുമ്പോൾ ആ സഹോദരി വിഷമത്തോടെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു നിരീശ്വരവാദിയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു വേറെ ഏതോ ജാതിയിലുള്ളതെന്ന്. പിന്നീട് പ്രാർത്ഥിക്കാൻ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഒരു ക്രിസ്തീയ പേരാണ്, പക്ഷേ യേശുവിന് നിരീശ്വരവാദിയാണ്. പക്ഷേ ഇന്ന് ഓർത്ത് നോക്കി, യേശു കർത്താവിനെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം. ഹല്ലേലൂയ. ആ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്ത് കർത്താവ് നിർത്തിയിരിക്കുക. ആ കഴിവുള്ളവരല്ല, കർത്താവിനെ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരാ ഇന്ന് നിങ്ങളും ഞാനും. മറിയോട് ദൂതൻ വന്നു പറഞ്ഞു, കൃപ ലഭിച്ചവളെ. ഹല്ലേലൂയ. ഉദരത്തിൽ മറിയെ യേശുവിനെ ചുമന്നെങ്കിൽ ഹൃദയത്തിൽ കർത്താവിനെ ചുമക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറയാം വിലയേറിയ വിശ്വാസം. എന്നാൽ ഈ വിലയേറിയ വിശ്വാസം എങ്ങനെയാണ് ലഭിച്ചത്? 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുവാണ്, ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായി വിലയേറിയ രക്തം കൊടുത്തേ. അപ്പൊ പ്രീഷ്യസ് ഫെയ്ത്ത്, പ്രീഷ്യസ് ബ്ലഡ്. വിലയേറിയ വിശ്വാസം ലഭിച്ചത് ഈ വിലയേറിയ രക്തം കൊടുത്തിട്ടാ. ഈ വിശ്വാസത്തിന് ചെറിയ വിലയൊന്നും ഇട്ടാൽ പോരാ കേട്ടോ, രക്തം കൊടുത്താൽ മേടിച്ചു തന്നെ. ഇന്ന് വിശ്വാസിയാന്ന് തല ഉയർത്തി പറയണം. നടക്കുമ്പോൾ ഒരു ബൈബിൾ പിടിച്ചോണ്ട് നടക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് എന്നിട്ട് അവിടുന്ന് ഒരു ബൈബിൾ എടുക്കുകയല്ല, കയ്യിൽ പിടിച്ചോണ്ട് നടക്കണം ഈ ബൈബിള്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് ഈ ദിവസം ഈ പ്രസംഗിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് പോയി ഭിത്തിയെ തല വെച്ചിട്ട് കരയുക. കാരണം അത്രമേൽ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചു ഞാൻ. ഹല്ലേലൂയ. എന്നാൽ ഈ വിലയേറിയ വിശ്വാസം ലഭിച്ചത് വിലയേറിയ രക്തം കൊടുത്താണെങ്കിൽ, അപ്പോൾ അതേ 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വചനം വായിച്ചിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കാം. 4-ാമത്തെ വചനം പറയുന്നുണ്ട്, 3 തൊട്ട് പറയാം. 3-ൽ പറയുവാണ്, മഹത്വത്താലും 2 പത്രോസ് 1-ന്റെ പലരും പറയാറുണ്ട് സിസ്റ്റർ കൂടെ പെട്ടെന്ന് വരാൻ വലിയ പാടാണ് പ്രസംഗത്തിൽ. ഞാൻ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. മതി. ഇവിടെ വചനം പറയുക, മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനത്തിനും ഭക്തിക്ക് വേണ്ട മുഴുവൻ ദാനം ചെയ്തിരിക്കുന്നു. എന്തോ മഹത്വവും വീര്യമുള്ള ദൈവം, നന്മയുള്ള ഒരു ദൈവം. എന്തോ അവന്റെ മഹത്വം, എന്തോ അവന്റെ നന്മ. സർപ്പസന്തതികളായ നിങ്ങളെ എന്നെയും തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ചത് അവന്റെ നന്മ. കൊള്ളരുതാത്ത നിങ്ങളെ എന്നെയും, സർപ്പസന്ധികളായ നിങ്ങളെ എന്നെയും, പാപത്തിൽ കിടന്ന നിങ്ങളെയും എന്നെയും തൻ്റെ പുത്രനെ തന്ന് വീണ്ടെടുത്തത് അവൻ്റെ നന്മ. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച്, ഹല്ലേലൂയ, മനുഷ്യന്റെ ഉള്ളിൽ ശ്വാസമൂതി തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയപ്പോൾ ആ തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തൻ്റെ പുത്രനെ അയച്ചു. അതാ അവൻ്റെ നന്മ. ഹല്ലേലൂയ. അവിടെ പറയാം, മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം. എന്തോ പരിജ്ഞാനം? എൻ്റെ വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ്. ഹല്ലേലൂയ. ഈ കർത്താവ് ആരാന്നറിഞ്ഞാൽ ഇങ്ങനൊന്നും ഇരിക്കത്തില്ല. ഇരിക്കുന്ന കസേരയൊന്നൊന്ന് ചാടി എഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ. കാരണം അതുപോലൊരു കർത്താവിനെയാണ് നമുക്ക് തന്നേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറയുക, നിങ്ങളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നിങ്ങൾക്ക് വരുമ്പോൾ ജീവിക്കാനും ഭക്തിക്ക് വേണ്ട മുഴുവൻ അവിടെ ദാനം. ഹല്ലേലൂയ. ആരും കയ്യും കാലത്തടിക്കണ്ട എന്നാ തിന്നും എന്നാ കുടിക്കുമെന്ന്. ശാസ്ത്രവും ജീവനും തന്നവൻ അറിയാം എല്ലാം തരാൻ. മക്കളെ തന്നവൻ അറിയാം പഠിപ്പിക്കാൻ. എൻ്റെ മകളെ എങ്ങനെ കെട്ടിക്കുമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട, കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കർത്താവ് യേശുവാണോ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് പുത്രനെ തന്നെങ്കിൽ പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നൽകും. ദയവ് ചെയ്ത് ആരും വിചാരപ്പെടരുത്.
ഹാലേ, കാരണം വചനം പറയും ജീവനത്തിനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ തൻ്റെ പിതാവ് നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുക. കാരണം പുത്രനെ തന്നവൻ വേറെ വല്ലതും തരാതിരിക്കൂ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയാം, അവയാൽ നിങ്ങൾക്ക് അതിമഹത്തായതും വിലയേറിയമായ വാഗ്ദത്തം. അവിടെ വീണ്ടും പറയാം, പ്രീഷ്യസ് പ്രോമിസ്. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം, വിലയേറിയ രക്തം കൊടുത്താ മേടിച്ചത്. ഈ വിലയേറിയ രക്തം കൊടുത്ത് മേടിച്ച് ഈ വിശ്വാസത്തിൽ വന്നവരോട് പറയുക, ഇനി നിങ്ങൾക്ക് ഒരു കാര്യവും കൂടെ തരും ഞാൻ, വിലയേറിയ വാഗ്ദത്തം. ഹല്ലേലൂയ. ഇത്രേ ഉള്ളൂ. ഇവിടം വെച്ച് പറയും. ഇന്നത്തെ പ്രസംഗത്തിലേക്ക്, ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച പ്രസംഗമാണ്. വേഗത്തിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് പോകാം, കർത്താവ് തന്ന വചനത്തിലേക്ക്. കാരണം അവിടെ നിന്ന് ടച്ച് ചെയ്ത് വന്നാലേ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ വിലയേറിയ രക്തം കൊടുത്ത് മേടിച്ചവർ, ഹല്ലേലൂയ, വിലയേറിയ രക്തം കൊടുത്ത് മേടിച്ച് വിലയേറിയ വിശ്വാസം ലഭിച്ചവരോട് പറയാം, വിലയേറിയ ഒരു വാഗ്ദത്വം തന്നിട്ടുണ്ട്. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 2, 3, 4. അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുവാണ്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. വചനം ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള 40 നാൾ, ഹല്ലേലൂയ, ഈ 40 നാൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ നടന്ന് ദൈവരാജ്യം സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയവരാ നമ്മളൊക്കെ. പക്ഷെ ഒന്നും കൂടെ ഈ ദിവസം വായിച്ചു മനസ്സിലാക്കിയപ്പോഴാണ്